അത് നമ്മൾ ചിരപുരാതനമായ ഭാരതമാണ്. ഹിന്ദുസ്ഥാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പമാണ്. അപ്പൊ അതിന്റെ മുഴുവൻ തന്നെ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന ഒരു പതാക എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അത് കാവ്യ പതാകയാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. ഇത് വേറെ ആരെങ്കിലും സംഘപരിവാർ ആരെയും കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു നമ്മൾ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ചരിത്രമൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു ഇതാണ് നമ്മളെ ഭഗവദ്ധ്വജം. അത് ഭാരതമാതാവിന്റെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നഷ്ടപ്പെട്ട പിന്നെ വേറതില്ല. സമ്മർദ്ദം കൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല, പരിപാടി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ സമ്മർദ്ദം വന്നാല് ഇത്രേ ഉള്ളൂ. ഭാരതമാതാവിനെ മാറ്റിയിട്ടുള്ളൊരു ചിന്തയില്ല. അദ്ദേഹം മാറ്റിയ പിന്നെ പരിപാടി ഇല്ലല്ലോ, പിന്നെ ഗവർണർ വരേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇതൊരു തർക്കം ഉണ്ടാക്കുക എന്നുള്ള നിലയ്ക്കാണ് ഈ ഭാരതമാതാവ് എന്നുള്ളത്. മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പൊ മഹാത്മാഗാന്ധി അതേപോലെ ഇന്ദിരാഗാന്ധിയൊക്കെ ഭാരതമാതാ ക്ഷേത്രങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്തതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം വലിയൊരു സങ്കല്പമാണ്, പ്രാചീന സങ്കല്പമാണ്. അതിപ്പോ ചില ആളുകൾ അതിനുവേണ്ടി എന്തൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതാക്കാനുള്ള പരിശ്രമമൊക്കെ നടക്കുന്നുണ്ട്. വലിയൊരു ഗൂഢാലോചന ഉണ്ട് അതിന്റെ പിന്നിൽ. എന്താന്നുള്ള വിഷയമായിട്ടൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യണം. പരിപാടി ഇപ്പോ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിയല്ലേ, അത് പൊളിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ ആർക്കും സാധ്യമല്ല. ശരി, പൊളിക്കാൻ നോക്കുന്നവർ പൊളിയാന്നല്ലാതെ